കലയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. വളരെ മനോഹരമായ ഒരു വേദിയാണ് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ കുവൈറ്റിലെ അബ്ബാസിയ എന്ന സ്ഥലത്താണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുന്നുള്ളത്. അല്ല, ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മളെ യൂണിറ്റിലെ ആൾക്കാരൊന്നും ഇതുവരെ മീറ്റ് ചെയ്തിട്ടാ. എല്ലാവരും അത്രയും തോന്നുന്നു. ഉണ്ടാവുന്നതും അത് മികവുറ്റതാവുന്നതും അത്തരത്തിൽ മലയാളിക്ക് എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന പുനർവായനകൾക്ക് എന്നും പ്രസക്തിയുള്ളതുമായ രചനകൾ നമുക്ക് സമ്മാനിച്ച ശ്രീ അശോകൻ ചെരുവിൽ മലയാള ചെറുകഥാകൃത്തുക്കളിൽ തന്റേതായ ശൈലി ഉറപ്പിച്ച അദ്ദേഹത്തിന്റെ കഥകൾ ദൈനംദിന ജീവിതത്തിലെ സംവേദനങ്ങളെ ഏറെ ശാന്തവും ആഴം ഉദിച്ച കഥകൾക്ക് ശബ്ദം നൽകിയ എഴുത്തുകാരൻ. മലയാള സാഹിത്യത്തിലൂടെ ഒരിക്കലും മറക്കാനാവാത്ത യാത്രകൾ നമുക്ക് സമ്മാനിച്ച മലയാളിയുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞ കൃതികളിലൂടെ മലയാള സാഹിത്യത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച എഴുത്തുകാരൻ. സമഗ്രത, വ്യത്യസ്തത എന്നിവ കൊണ്ടും മലയാളികളുടെ ഇടയിൽ സുപരിചിതനായ വ്യക്തിത്വമാണ് കൈരളി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററായ ശരത് ചന്ദ്രൻ. അധികാരത്തിനു വേണ്ടി രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കലർത്തുന്ന ഫാസിസ്റ്റ് രീതിയെ ശക്തിയുക്തം എതിർക്കുകയും അങ്ങനെ സമൂഹത്തിലുണ്ടാവുന്ന തിന്മകളെ വരച്ചുകാട്ടുകയും അത് സ്വന്തം എഴുത്തുകൾ വഴി സമൂഹത്തിൽ എത്തിക്കുകയും ചെയ്തപ്പോൾ അതിന് 2023 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ജോയിന്റ് സെക്രട്ടറി പ്രസീദ് കരുണാകരൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ നിന്ന് എന്ത് നഷ്ടപ്പെടുമ്പോഴാണ് ഇതിന്റെ ഭംഗി നഷ്ടമാകുക? ശിഷ്യന്മാർ പല ഉത്തരങ്ങൾ, മരങ്ങളെന്ന്, മനുഷ്യരെന്ന്, മൃഗങ്ങളെന്ന്, പക്ഷികളെന്നൊക്കെ ഒരു നൂറുകണക്കിന്. എൻ്റെ അനുഭവങ്ങൾ അന്ന് മലയാളം മിഷനൊന്നും വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീട് മലയാളം മിഷന്റെ അത് പുനഃസംഘടിപ്പിക്കപ്പെടുകയും അതിൽ ഒരു അംഗമായി പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത സമയത്ത് ഇവിടെ ഈ കുവൈറ്റിൽ വന്നിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാനവിടെ വിവരിക്കുകയുണ്ടായി. കല കുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ ആയിരുന്നു 24 ഏപ്രിൽ 2025 ആയിരുന്നു ആദ്യത്തെ ദിവസം ഓഫ് ദ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. വൈകുന്നേരം ഏകദേശം 6:30 to 9 ആയിരുന്നു ആ സമയം. രണ്ടാമത്തെ ദിവസം 25 ഏപ്രിൽ 2025. സോ ഇതൊക്കെ ഇങ്ങനെ വളരെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു കുവൈറ്റ്, വളരെ ട്രഡീഷണലായിട്ട് മലയാളികൾ ആദ്യമായിട്ട് പ്രവാസ ജീവിതം ആരംഭിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് കുവൈറ്റ്. ഇവിടെ ഇതുപോലെയുള്ള ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. യു എയിലും മറ്റും വളരെ എളുപ്പമാണ്, യു വിൽ ഗെറ്റ് ദ അപ്രൂവൽ. പക്ഷേ കുവൈറ്റിൽ ഇതുപോലെ ഒരു കാര്യം സംഘടിപ്പിച്ചെടുക്കുക, അതോറിറ്റിയിൽ നിന്ന് അപ്രൂവൽ ലഭിക്കുക, അതോടൊപ്പം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കുവൈറ്റിൻ്റെ ചരിത്രത്തിൽ വിത്ത് റെസ്പെക്ട് ടു അവർ കേരള മലയാളി കമ്മ്യൂണിറ്റി ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ ഇന്ന് സെക്കൻഡ് ഡേ മെനി ഓതേഴ്സ്, എഴുത്തുകാരൊക്കെ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്, ഇൻക്ലൂഡിങ് ബെന്യാമിൻ. സോ പല ചർച്ചകളും സംവാദങ്ങളും ഡിബേറ്റ്സും ഇന്നത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പരിപാടിയുടെ ഭാഗമാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കുവൈറ്റിലെ അബ്ബാസിയ എന്ന സ്ഥലത്താണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. മലയാളി കമ്മ്യൂണിറ്റി തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് അബ്ബാസിയ എന്ന് പറഞ്ഞാൽ. ഒരു മിനി കേരള എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലമാണ്. സോ നമ്മുടെ അസറുദ്ദീൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഡ്രൈവ് ചെയ്യുകയാണ്. റീസെൻ്റ്ലി ഏപ്രിൽ 22 മുതൽ കുവൈറ്റിൻ്റെ റോഡുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടങ്ങിയ ക്യാമറകൾ വന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ അസറുദ്ദീനെ ക്യാമറയിലേക്ക് വലിച്ചു വെക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഭീമമായ ഫൈൻ അടക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മളതിലേക്ക് വരുന്നില്ല. കാരണം ഇവിടെ എല്ലാം മുമ്പ് കുറേ വർഷമായി ഉണ്ടായിരുന്ന ഫൈൻ എന്ന് പറഞ്ഞാൽ നോർമലായിരുന്നു. അത് ഈ 22 ശേഷം ഭയങ്കരമായിട്ട് അവർ ഹൈക്ക് ചെയ്തു. ഏകദേശം ഒരു 700% ഒക്കെ, അതായത് 10 KD ഉണ്ടായിരുന്നത് 75-100 KDയിലേക്കൊക്കെ ഹൈക്ക് ചെയ്തു.
അതുകൊണ്ട് എല്ലാവരും കെയർഫുൾ ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. മൊബൈൽ ക്യാമറാസ് ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ പ്രോഹിബിറ്റഡ് ആണ് ഡ്രൈവർ. സേഫ്റ്റിക്കും കൂടിയാണ് നല്ലതാണ്. LFന്റെ ഇന്നാണ് ശരിക്കും ലൈവ്ലി സെഷൻ. ഇന്നലെ ജസ്റ്റ് നമ്മളൊരു ഇനാഗുറേഷനും ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. ഇന്ന് സംവാദങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഫുൾ ആംബിയൻസിലേക്ക് വരും. നമ്മൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രവാസ ജീവിതത്തിൽ ഇതുപോലെ കമ്മ്യൂണിറ്റി പരിപാടികൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇവിടെയാണ് പല ആൾക്കാരെയും പരിചയപ്പെടാനും കണക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും ബിൽഡ് ചെയ്യാനും പിന്നീട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാനൊക്കെയുള്ള സാഹചര്യം വരുന്നത്. ഈ കണക്ഷൻസാണ് നമുക്ക് പിന്നീട് ജോലിയിലേക്കും ബിസിനസ്സിലേക്കും ബാക്കിയുള്ള പല രീതിയിലുള്ള ചങ്ങാത്തത്തിലേക്കും ഒരു സോഷ്യൽ ഫാബ്രിക് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ പ്രവാസികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികൾ കുവൈറ്റിലല്ല, UAE-ലല്ല, GCC-യിൽ എവിടെയാണെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിൽ ഇരുന്ന് സമയം കളയാതെ പരിപാടിയിലേക്ക് പോവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും അല്ലാത്തതുമായ പരിപാടിയാണെങ്കിലും പോവുക. അവിടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. ഇന്ന് പഴയ കാലം പോലെയല്ല. സോഷ്യൽ മീഡിയയുടെ ക്രൂരമായ എൻഗേജ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ പുറത്തിറങ്ങാറില്ല. അതുകൊണ്ട് പുറത്തിറങ്ങി പരിപാടികളെ വിജയിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനുള്ള അവസരം. കലയുടെ കുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആർട്ട് ലിറ്ററേച്ചർ സൈഡ് പ്രോഗ്രാം ഒരു ഭാഗത്ത് നടക്കുകയാണ്. വേറൊരു ഭാഗത്ത് നമുക്ക് പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ അത് ആർട്ട് ഗാലറിയാണ്. ഇവിടുത്തെ കുവൈത്തിലുള്ള ആൾക്കാരുടെ വരച്ച പെയിൻറ്റിങ്സുകളാണ് ഇവിടെയുള്ള ലോക്കൽ. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാടുണ്ട് പെയിൻറ്റിങ്സ്. 100-100 വരച്ച സ്കെച്ചസും സംഭവങ്ങളുണ്ട്. നന്നായിട്ടുണ്ട്. അതെ, നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. കോൺട്രിബ്യൂട്ടഡ് ആണെന്ന് തോന്നുന്നു. പല രീതിയിലുള്ള ക്യാൻവാസും പല രീതിയിലുള്ള കളറിങ് മെത്തേഡ്സും ടെക്നിക്സും ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. റിയലി അമേസിങ്. ഒരു ആർട്ടിസ്റ്റിൻ്റെ പേരും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ആർട്ട് വർക്കിനെ കണ്ടാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ആർട്ടാണ്. പക്ഷേ വൈറ്റ് പേപ്പറിൽ ചില ഡൂഡ്ലിംഗ് പോലെ ഉണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് കാണിക്കുന്നത്. ഈ ഒരു വർക്കാണെങ്കിൽ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു വരയാണ്. ഈ പുസ്തകങ്ങൾ ശരിക്കും പ്രവാസികൾ കുവൈറ്റി മലയാളി എഴുത്തുകാർ എഴുതിയ പുസ്തകങ്ങളാണ്. ഫോർ സെയിലാണ്. സോ നിങ്ങൾ കുവൈറ്റിൻ്റെ അബ്ബാസിയ സൈഡിലോ അല്ലെങ്കിൽ കുവൈറ്റിൽ ഏതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ നല്ല രീതിയിലുള്ള റെപ്യൂട്ടഡായ എഴുത്തുകാർ എഴുതിയ പുസ്തകങ്ങൾ കാണാൻ പറ്റും. കല കുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളത് രാജേഷ് ഏട്ടനാണ്, കൺവീനറാണ്. കൂടാതെ കലയുമായി ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പർ കൂടിയാണ്. സോ അദ്ദേഹം ഈ പരിപാടിയെക്കുറിച്ചുള്ള ചെറിയൊരു സമ്മറി നമുക്ക് മനസ്സിലാക്കി തരും. കുവൈത്തിൽ നടക്കുന്ന പൊതുസമൂഹം ഏറ്റെടുത്ത ഒരു പരിപാടിയാണ്. എല്ലാ തരം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മളെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. കൂടെയുള്ളത് കലയുടെ പ്രസിഡൻ്റായിട്ടുള്ള മാത്യു ജോസഫ് സാറാണ്. സോ അദ്ദേഹം ആ പരിപാടിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യും. കുവൈത്തിൽ കല മുമ്പും ഒരുപാട് സാഹിത്യ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.
എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് കുവൈറ്റിൽ ആദ്യമായി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. ഏറ്റവും വിപുലമായി നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് നടക്കുന്ന 8 വ്യത്യസ്തമായ സെഷനിൽ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ കുവൈറ്റിൽ കലയ്ക്ക് പുറത്തുള്ള സാഹിത്യ മേഖലയ്ക്കകത്ത് ഉള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇതൊരു തുടക്കമായി, ഒരു ചരിത്രമായി മാറുന്ന തരത്തിലേക്ക് ഇന്ന് ഇത് അവസാനിക്കുമ്പോൾ ഇത് മാറും. തുടർന്ന വർഷങ്ങളിലും അത് വളരെ കൃത്യമായി ഈ അർത്ഥത്തിൽ എങ്ങനെയാണോ നമുക്ക് കൂടുതൽ ആളുകളെ, കൂടുതൽ സാഹിത്യ മേഖലയ്ക്കകത്തുള്ള ആളുകളെ, ഇന്ന് നമ്മുടെ നാട്ടിലും ഇവിടെ നിൽക്കുന്ന മറ്റ് വിഷയങ്ങളെ ഉൾപ്പെടെ നമുക്ക് അതിനകത്ത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്ക് ഇത് മാറ്റാൻ വേണ്ടി കഴിയുമെന്നാണ് എൻ്റെ സംഘാടകർ എന്ന നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭീകരാക്രമണത്തെ തുടർന്ന് ആളുകൾ മരിക്കുമ്പോൾ അതിനെ ഏറ്റവും നല്ലൊരു വർഗീയതയുടെ നല്ല രുചിയുള്ള ഒരു വിഭവമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമം നടക്കുമ്പോൾ അതിനെ മറികടക്കുന്ന കശ്മീരിലെ മനുഷ്യരുടെ, ജാതിയും മതവും ഒന്നും നോക്കാത്ത മനുഷ്യരുടെ, കുതിരസവാരിക്കാരനായ ആദിൽ ഹുസൈൻ മുതൽ ഒട്ടേറെ മനുഷ്യർ അവിടെ ഈ ഭീകരരോട് പോരാടി ജീവൻ വെടിഞ്ഞ കശ്മീരികളും ഭീകരതയ്ക്കെതിരാണ് തങ്ങൾ എന്ന് പറഞ്ഞ കശ്മീരികളും. കുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2025-ൻ്റെ രണ്ടാമത്തെയും അവസാനത്തെയും ദിവസത്തെ പ്രോഗ്രാംസ് ഓൾമോസ്റ്റ് കഴിയാറായി. വി ആർ ഗോയിങ് ബാക്ക്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.